ഹരേ രാമ ഹരേ കൃഷ്ണ. അര നൂറ്റാണ്ടിന് ശേഷം പൂർണ്ണ സൂര്യഗ്രഹണം വരുവാൻ പോകുന്നു. മീനം രാശിയിലാണ് ഗ്രഹണം സംഭവിക്കുന്നത്. 12 രാശിക്കാർക്കും ഇപ്രകാരം വലിയ വലിയ ഭാഗ്യ നേട്ടങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണമാണ്. ഏപ്രിൽ 8-നാണ് വരുന്നത്. മാത്രവുമല്ല, ഈ വർഷം സംഭവിക്കാൻ പോകുന്നത് സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ്. 50 വർഷത്തിന് ശേഷമാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുവാൻ പോകുന്നത്. ഇത് ശുഭകരമായ പല മാറ്റങ്ങളും അശുഭകരമായ പല മാറ്റങ്ങളും ഈ 12 രാശിക്കാർക്കും കൊണ്ടുവരും. എന്നാൽ 12 രാശിക്കാരിൽ ചില രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യമാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. എങ്കിൽ ബാക്കി പല രാശിക്കാർക്കും ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളും വളരെയധികം ദോഷങ്ങളും നിറഞ്ഞതായിരിക്കും. ഇനി ഇവയെല്ലാം എപ്രകാരം പരിഹരിക്കണം, ഏതൊക്കെ രാശിക്കാർക്കാണ് ഭാഗ്യം വന്നു ചേരുവാൻ പോകുന്നത് എന്ന് നോക്കാം. ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാവില്ലെങ്കിലും ഇതിൻ്റെ പ്രഭാവം 12 രാശിക്കാരെയും വളരെയധികം കാര്യമായി തന്നെ ബാധിക്കും. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൂര്യഗ്രഹണം വഴി ഭാഗ്യം വന്നു ചേരുന്നതും കഷ്ടതകൾ വന്നു ചേരുന്നതെന്നും നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിക്കാർക്ക് ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം വളരെ ശുഭകരമായി വന്നു ചേരും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലികൾ എല്ലാം പരിപൂർണമായ സന്തോഷത്തോടുകൂടി ചെയ്യുവാനും ജീവിതത്തിൽ വളരെയധികം ഉന്നതിയിലേക്ക് കുതിക്കുവാനും ഇവർക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ് ഈ സൂര്യഗ്രഹണത്താൽ വന്നു ചേരുന്നത്. മേടരാശിക്കാർക്ക് എല്ലാവിധ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പുതിയ വീട്, ജോലിയിൽ ഉയർച്ച, സാമ്പത്തിക ഭദ്രത എന്നിങ്ങനെ നല്ല നല്ല ഗുണഫലങ്ങളാണ് നിങ്ങളെ ഈ സൂര്യഗ്രഹണത്താൽ കാത്തിരിക്കുന്നത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവരാശിക്കാർക്ക് ഈ വർഷത്തെ ആദ്യത്തെ ഗ്രഹണം വളരെയധികം ഗുണഫലങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇത് നിങ്ങളുടെ ജോലിയിൽ വളരെയധികം വരുമാനം വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യും. ജോലിയുള്ളവർക്ക് അതിൽ നിന്ന് തന്നെ മികച്ച സാമ്പത്തിക ലാഭം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ തേടിയെത്തും. നിങ്ങളുടെ പങ്കാളിയോടൊപ്പം വളരെയധികം സന്തോഷകരമായ ജീവിതം പങ്കിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിക്കാർക്ക് ഈ സൂര്യഗ്രഹണത്താൽ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. സാമ്പത്തികമായ പണം നിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് പലപ്പോഴും പ്രതികൂലമായ മാറ്റങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വാഹനം വാങ്ങുന്നതിന് ഒരിക്കലും ഒരു അനുകൂലമായ സമയമായിരിക്കില്ല വന്നു ചേരുക. ഗ്രഹണദോഷങ്ങൾ നിങ്ങളെ വളരെയധികം ബാധിക്കുവാനും ഇടയുണ്ട്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിക്കാർക്ക് ഈ വർഷത്തെ സൂര്യഗ്രഹണം പല വിധത്തിലായിരിക്കും വന്നു ചേരുക. പലപ്പോഴും നിങ്ങൾക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കാണുവാൻ സാധിക്കും. സാമ്പത്തികമായ സ്ഥിതിയിൽ വളരെയധികം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. നിങ്ങൾക്ക് നിരവധി അവസരങ്ങൾ തേടിവരും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും പുരോഗതിയും വന്നു ചേരും. നിങ്ങളുടെ മാനസികമായും ശാരീരികമായുള്ള അവസ്ഥ വളരെയധികം നല്ല രീതിയിൽ ത്വരിതപ്പെടും. നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തികമായ ഉന്നത നിലയിലേക്ക് എത്തിച്ചേരുവാനുള്ള അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങരാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ സൂര്യഗ്രഹണത്താൽ വന്നു ചേരുക. കുടുംബത്തിൻ്റെ ചടങ്ങുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും. ആശയവിനിമയ സംബന്ധമായ കഴിവുകൾ നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കും.
നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ പ്രൊഫഷണൽ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ സമ്പാദ്യത്തെ വളരെയധികം ബാധിക്കുകയും വളരെയധികം കടത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും വന്നു ചേരുക. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് സൂര്യഗ്രഹണം ദോഷകരമായ ഫലങ്ങൾ മാത്രമായിരിക്കും സമ്മാനിക്കുക. പലപ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം കുറയും. ആത്മപരിശോധന കൊണ്ടും അത് നിലനിർത്തേണ്ട കാര്യം അത്യാവശ്യമാണ്. ആത്മനിയന്ത്രണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാനസികമായ ആശയക്കുഴപ്പം വളരെയധികം വർദ്ധിക്കും. പലപ്പോഴും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയായിരിക്കും വന്നു ചേരുക. എല്ലാവിധത്തിലും സൂര്യഗ്രഹണം കന്നിരാശിക്കാർക്ക് വളരെയധികം ദോഷഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്ക് അവരുടെ ഉത്തരവാദിത്തം വളരെ കൃത്യതയോടെ നിറവേറ്റുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇനി എത്തുന്നത്. ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് ഇവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഈ ഗ്രഹണത്താൽ സാധിക്കും. വിദേശത്ത് നിന്ന് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനങ്ങൾ വന്നു ചേരും. വിദേശത്ത് പഠിക്കുവാനും ജോലിക്കും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ ധനപരമായും നിങ്ങൾക്ക് വളരെയധികം നേട്ടം സമ്മാനിക്കുന്നതും ഈ ഗ്രഹണത്താൽ വന്നു ചേരും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. വരുമാനം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കുന്നതാണ്. പണനിക്ഷേപങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. വളരെയധികം സാമ്പത്തിക ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ശത്രുക്കൾക്ക് നിങ്ങളോടുള്ള ശത്രുതയെല്ലാം മാറിക്കിട്ടും. പല കോണിൽ നിന്നും നിങ്ങൾക്ക് പല തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുക. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിക്കാർ അവരുടെ എല്ലാ ജോലിയിലും പ്രൊഫഷണൽ ജീവിതത്തിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കും. എങ്കിലും ചില മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതിന് ഇടയുണ്ട്. മുതിർന്നവർ പറയുന്നത് അതുപടി അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിയിൽ ചെറിയ രീതിയിൽ തടസ്സങ്ങൾ വന്നു ചേരും. എങ്കിലും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ്. ധനപരമായി നിങ്ങൾ മികച്ച നിലയിൽ തന്നെ ആയിരിക്കും ഈ സൂര്യഗ്രഹണത്താൽ നിങ്ങളുടെ ജീവിതം. അടുത്തത് മകരം രാശിക്കാരാണ്. മകരരാശിക്കാർക്ക് ഈ സൂര്യഗ്രഹണം വളരെയധികം ഗുണഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തികമായ വലിയ നേട്ടം വന്നു ചേരും. ഇതുകൂടാതെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ചിലവഴിക്കുന്നതിനും സാധിക്കും. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും വളരെയധികം ഗുണഫലങ്ങളായിരിക്കും നിങ്ങളിൽ എത്തിച്ചേരുക. ജീവിതം പച്ചപിടിക്കും. വളരെയധികം ഭാഗ്യം നിറഞ്ഞ സമയമാണ് നിങ്ങൾക്ക് ഈ സൂര്യഗ്രഹണത്താൽ വന്നു ചേരുക. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭരാശിക്കാർക്ക് പുതിയ പ്രൊജക്റ്റുകൾ ആരംഭിക്കുന്നതിനുള്ള യോഗം ഈ ഗ്രഹണ സമയത്ത് വന്നു ചേരും. പല കാര്യങ്ങളിലും വളരെയധികം കഠിനമായി അധ്വാനിക്കേണ്ടി വരും. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂല സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. നിങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകും. നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് മാറ്റം സംഭവിക്കാം. എല്ലാ രീതിയിലും മികച്ച ഗുണഫലങ്ങളാണ് ഈ ഗ്രഹണത്താൽ കുംഭരാശിക്കാർക്ക് കൈവരുവാൻ പോകുന്നത്. അടുത്തത് മീനം രാശിക്കാരാണ്. മീനരാശിക്കാർക്ക് സൂര്യഗ്രഹണം സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. ജീവിതത്തിലെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി വലിയ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക്
നിക്ഷേപങ്ങളിൽ നിന്നും വലിയ ലാഭം നിങ്ങൾക്ക് കൊയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ ജോലിയിൽ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാനും സാധിക്കും. ആരോഗ്യപരമായി മികച്ച നിലയിലായിരിക്കും നിങ്ങൾ. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. എല്ലാ രീതിയിലും മീനരാശിക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങളായിരിക്കും ഈ വർഷത്തെ ഗ്രഹണത്താൽ വന്നു ചേരുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.